യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ഈശോയിലേറെ സ്നേഹം നിറഞ്ഞ ക്ഷേമ ഇസ്രായേലിൻ്റെ പ്രേക്ഷകരെ, ദൈവം നൽകുന്ന സന്ദേശം, തൻ്റെ വചനത്തിലൂടെ നൽകുന്ന സന്ദേശം, ഈശോയിലൂടെ വചനം മാംസമായ യേശുവിലൂടെ നേരിട്ട് നൽകുന്ന സന്ദേശം നമ്മൾ ഈ ശുശ്രൂഷയിലൂടെ സ്വീകരിക്കുകയാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വചനങ്ങളാണ്. മലയിലെ പ്രഭാഷണത്തിൽ, ഗിരിപ്രഭാഷണത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട വചനഭാഗമായ ഗിരിപ്രഭാഷണത്തിൽ ഈശോ നൽകുന്ന നിർദ്ദേശമാണ്. ഓരോ വ്യക്തിക്കും, മനുഷ്യനായി പിറന്ന ഓരോ വ്യക്തിക്കും ഈശോ നൽകുന്ന നിർദ്ദേശങ്ങളാണ്. ആർക്കും സ്വീകരിക്കാൻ പറ്റുന്ന വളരെ ഉദാത്തമായ സഹോദര സ്നേഹത്തിൻ്റെ, ഈശ്വര വിശ്വാസത്തിൻ്റെ, ദൈവവിശ്വാസത്തിന് അടിയുറച്ച് വളരാനുള്ള നിർദ്ദേശങ്ങളാണ് ഗിരിപ്രഭാഷണത്തിലൂടെ ഈശോ നൽകുക. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ കർത്താവ് നൽകുന്ന സന്ദേശം ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനായി മാറുക എന്നുള്ള സന്ദേശമാണ്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവർ, മനുഷ്യനായി നമ്മൾ ജനിച്ചത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതണം. അതിന് പകരം ഞാൻ കടന്നു പോകുന്ന ദുരിതമാണ്, പ്രശ്നമാണ്, ഞാൻ ആകെപ്പാടെ പ്രശ്നമാണ്, എനിക്ക് പ്രശ്നമാണ്, ഞാനും പ്രശ്നമാണ്, എല്ലാവർക്കും ഞാനൊരു പ്രശ്നമാണ്, എല്ലാവരും പ്രശ്നമാണ്, മനുഷ്യരാകെപ്പാടെ പ്രശ്നങ്ങളാണ്, ഇങ്ങനെ നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്ന ആളുകൾക്ക് കർത്താവ് വളരെ ശക്തമായൊരു സന്ദേശം നൽകുകയാണ്. നമ്മൾ മനുഷ്യനായി ദൈവം നമുക്കൊരു ജന്മം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുക. നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, സമ്മതിക്കാൻ പറ്റുന്നുണ്ട്, സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്, സ്വീകരിക്കാനും കൊടുക്കാനും പറ്റുന്നുണ്ട്, ചിരിക്കാൻ പറ്റുന്നുണ്ട്, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനായിട്ട് സാധിക്കും, ആശ്വാസം സ്വീകരിക്കാൻ സാധിക്കും. എന്തുമാത്രം വലിയ കൃപകളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇത് ഓർത്താ ദൈവത്തിന് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്. എന്തുമാത്രം അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടാണോ ഈ ഭൂമിയിൽ ഇങ്ങനൊരു ജീവിതം നൽകിയത്? ഒരു മനുഷ്യനായി പിറന്നത് നമ്മുടെ ആരുടെയെങ്കിലുമൊക്കെ പരിശ്രമം കൊണ്ടാണോ? അല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നൽകിയ ജീവനെ ഓർത്ത് നന്ദി പറയുക. അതുകൊണ്ട് ഒരാൾ സ്വന്തം ജീവനെ മാനിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതാണ് മറ്റുള്ളവരുടെ ജീവിതത്തെ മാനിക്കാനുള്ള ആ ഒരു കരുത്ത് നമുക്ക് നൽകുക. മറ്റുള്ളവരുടെ ജീവനെ മാനിക്കുക, മനുഷ്യനായി ജീവിക്കുക, യഥാർത്ഥ മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് മനുഷ്യത്വത്തിന് വില നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ, മൃഗങ്ങളെക്കാളും അധപ്പതിക്കുന്ന മനുഷ്യൻ, മൃഗങ്ങൾ പോലും മൂക്കത്ത് വിരൽ വെച്ച് നോക്കി നിൽക്കുന്ന കാഴ്ചകൾ പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അത്രമാത്രം മനുഷ്യർ തമ്മിൽ അകലുകയാണ്. ഒരു ദൈവത്തിൻ്റെ മക്കളായി ഒരേ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും മതങ്ങളുടെയും അതുപോലെ തന്നെ ചില പ്രത്യയശാസ്ത്രങ്ങളുടെയും ഒക്കെ പേരിൽ പരസ്പരം ഭിന്നിച്ച് കഴിയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ സൃഷ്ടാവായ ദൈവം നോക്കി നിന്ന് കാണുന്നത് ഒത്തിരി വേദനയോടെ ആയിരിക്കുമെന്നുള്ളത് ഒരു സംശയവുമില്ല. കാരണം നമ്മൾ നമ്മുടെ ആരുടെയും കഴിച്ചുകൊണ്ടല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അപ്പോഴാണ് കർത്താവ് തന്നെ മലയിലെ പ്രസംഗത്തിലൂടെ വളരെ ശക്തമായൊരു സന്ദേശം നമുക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈശോ ഇപ്രകാരം പറയുകയാണ്: നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഓരോ മനുഷ്യ വ്യക്തിയോടും ദൈവം പറയുന്നതാണ്, ഓരോരുത്തരോടും.
എൻ്റെ പ്രിയപ്പെട്ട ഒരു കൊച്ചു കുഞ്ഞുൾപ്പെടെ എല്ലാവരോടും പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും ഈ ധ്യാനങ്ങളിൽ, ഇവിടെ ഒരു ധ്യാനത്തിൽ വന്നിരിക്കുന്ന ഒരു കുഞ്ഞിനെ ഞാൻ ശ്രദ്ധിച്ചു. ജന്മനാ തന്നെ പാഴ്സി രോഗം ബാധിച്ച് തളർന്ന അവസ്ഥയിൽ ഒരു കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന 18 വയസ്സ് പ്രായമുള്ള ഒരു മകള്. അവൾ ആ ധ്യാനത്തിൽ കൊണ്ടുവന്ന മാതാപിതാക്കളാണ്. മറ്റൊന്നിനും വേണ്ടിയല്ല, എന്നോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ധ്യാനം കൂടാനായിട്ടൊരു സൗകര്യം ചെയ്തു തരണം, ഞങ്ങൾ മാതാപിതാക്കൾക്ക് ധ്യാനം കൂടാൻ, ഒപ്പം ഇവളൊരു സഹോദരി ഉണ്ട്, അവളുമുണ്ട്, ഞങ്ങൾ 3 പേർക്കൂടെ ധ്യാനം കൂടാനായിട്ട് ഒരു റൂം സൗകര്യം ചെയ്തു തരണം. ഇങ്ങനൊരു കുഞ്ഞിനെയുമായിട്ടാണ് വരുന്നത്, ധ്യാനം കൂടാൻ സൗകര്യം ഉണ്ടാവുമോ, അങ്ങനെ അവർക്ക് വേണ്ടിയുള്ള ധ്യാനമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഏത് ധ്യാനത്തിനും ആർക്കും വന്ന് കൂടാം, നിങ്ങൾ വന്ന് കൂടുക, ആ കുഞ്ഞിനെ അവിടെ നോക്കി പരിചരിച്ചുകൊണ്ട് ധ്യാനം കൂടാനുള്ള സൗകര്യം ചെയ്തു തരാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ധ്യാനത്തിന് അവർ വന്ന് ഈ റൂമിൽ താമസിക്കുന്ന സമയത്ത് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ആ ധ്യാനത്തിൽ ഒരുപാട് അഭിഷേകം ഇങ്ങനെ ഒഴുകിയിറങ്ങുന്നത്, ആ ധ്യാനത്തിൽ ഒത്തിരിയേറെ കൃപകൾ ഒഴുകിയിറങ്ങുന്നത്, വചനം പെരുമഴ പോലെ പെയ്തിറങ്ങുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ഒരു കുഞ്ഞ് അവിടെ കിടക്കുന്നത് കൊണ്ടാണ്. കാരണം ദൈവത്തിന് വളരെ പ്രിയപ്പെട്ട ഒരു കുഞ്ഞാണ് ആ കുഞ്ഞ്. പലരും ഇങ്ങനെ പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുമ്പിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നതും അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ പങ്കെടുക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വചനത്തിലൂടെ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഈ രൂപത്തിൻ്റെ മുമ്പിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലത്. നമ്മൾ പരിശുദ്ധ അമ്മയെ വണങ്ങുകയും പരിശുദ്ധ അമ്മയുടെ സ്നേഹം പ്രകടമാക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ 6-ാം നമ്പർ റൂമിലേക്ക് ഒന്ന് ചെല്ലുക. അവിടെ ഒരു വിശുദ്ധ കിടപ്പുണ്ട്, 18 വയസ്സ് പ്രായമായ വിശുദ്ധ. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പാപം ചെയ്യാൻ പറ്റാത്തൊരു കുഞ്ഞ്, മാമോദിസ വഴി ജന്മപാപം പൂർണ്ണമായിട്ട് മോചിപ്പിക്കപ്പെട്ട ഒരു കുഞ്ഞ്, കർമ്മപാപം ഒരിക്കലും ജീവിതത്തിൽ വരാൻ പറ്റാത്ത ഒരു കുഞ്ഞ്. ആ കുഞ്ഞിനെ മാതാപിതാക്കളുടെ സന്തോഷത്തോടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ആ കുഞ്ഞിൻ്റെ അടുത്ത് പോകണം. പ്രിയപ്പെട്ടവർ, പിന്നീട് ഞാൻ കണ്ടത് അഭൂതപൂർവമായ തിരക്ക്. അതായത് ആ കുഞ്ഞിനെ കാണാൻ, ആ കുഞ്ഞിൻ്റെ അടുത്ത് നിൽക്കാൻ, ആ കുഞ്ഞിനെ ഒന്ന് സ്പർശിക്കാനുള്ള വലിയ ആഗ്രഹം എല്ലാവരുടെയും ഉള്ളിൽ നിറയുന്നത് കണ്ടു. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ പറഞ്ഞത് മറ്റൊന്നിനു വേണ്ടിയല്ല. മനുഷ്യനായി ജനിച്ച ഓരോ വ്യക്തിയും ആ കുഞ്ഞൊരു പാൾസി രോഗമുള്ളതായിക്കോട്ടെ, ആ കുഞ്ഞ് ഒരു പക്ഷേ ഡിഫറൻ്റ് ഏബിൾ ആയിക്കോട്ടെ, ഓട്ടിസം ഉള്ളതായിക്കോട്ടെ, ആ കുഞ്ഞ് ഒരു പക്ഷേ ഒരു മനുഷ്യ വ്യക്തിയായിട്ട് ജനിക്കാൻ ദൈവം അനുവാദം കൊടുത്തു, സംസാരിക്കാനോ കേൾക്കാനോ ശക്തിയില്ല. പക്ഷേ ആ കുഞ്ഞ് ഭൂമിയുടെ ഉപ്പാണ്, ആ കുഞ്ഞ് ലോകത്തിൻ്റെ പ്രകാശമാണ്. ആ ഒരു കുഞ്ഞ് ആ ഭൂമിയുടെ ഉപ്പായി, ആ സമയത്ത് ഉപ്പായി മാറുന്നത്, ആ സമയത്ത് പ്രകാശമായി മാറുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു. ഒരുപാട് പേരെന്നോട് വന്ന് പറഞ്ഞു, അച്ഛാ, ആ കുഞ്ഞിൻ്റെ അടുത്ത് പോയി അവരെ കണ്ട് അവരുടെ അടുത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രകാശം കിട്ടി. എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ ലോകത്തൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഒരു വലിയ ജോലി ചെയ്യാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല, ഈ ലോകത്തിൻ്റെ ചിന്തകൾക്കനുസരിച്ച് ഒരു ബാധ്യതയാണ് എന്ന് കരുതുന്ന ഒരു കുഞ്ഞിന് പോലും അനേകം മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് പ്രകാശം നൽകാനായിട്ട് സാധിക്കുമെങ്കിൽ, അനേകം മനുഷ്യരുടെ ജീവിതത്തിൽ ഉപ്പായിട്ട് മാറാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, അതായത് അവരുടെ ജീവിതത്തിൻ്റെ രുചി കൂട്ടാനും അവർക്ക് പ്രകാശം കാണാനുമുള്ള ഉപകരണമായി മാറുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനേക്കാളേറെ സിദ്ധികളും കഴിവുകളും, അതിനേക്കാളേറെ സംസാരിക്കാനും വാക്പാടവും, അതിനേക്കാളേറെ സ്നേഹിക്കാനുള്ള കഴിവും ഒക്കെ ഉള്ള എനിക്കും നിങ്ങൾക്കും എത്രയോ മനുഷ്യരുടെ ജീവിതത്തിൽ വേണമെങ്കിൽ ഉപ്പായി മാറാം, വേണമെങ്കിൽ പ്രകാശമായി മാറാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യനായി മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. യഥാർത്ഥ മനുഷ്യനായി മാറുക. യഥാർത്ഥ മനുഷ്യനായിട്ട് മാറുന്ന വ്യക്തി ദൈവത്തെ മറ്റുള്ളവർക്ക് കൂടുതൽ അടുത്തനുഭവിക്കുവാനായിട്ട് പങ്കുവെച്ചു കൊടുക്കുകയാണ്. നീ യഥാർത്ഥ മനുഷ്യനായി മാറുമ്പോൾ നീ അറിയാതെ നിൻ്റെ ദൈവത്തിൽ നിൻ്റെ ഉള്ളിൽ ഉളരും. നിന്നെ സമീപിക്കുന്ന വ്യക്തി, നിന്നെ സ്വീകരിക്കുന്ന വ്യക്തി, നിന്നെ കാണുന്ന വ്യക്തി ആ ദൈവ സാന്നിധ്യം അടുത്തറിയുവാനായിട്ട് ഇടവരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് യഥാർത്ഥ മനുഷ്യനായി മാറുക. അതുകൊണ്ട് ഈശോ പറയുന്നു, 2 കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം നമുക്ക് കേൾക്കാം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറ കെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറ കൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളില്ല. അതായത് മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയാൽ, ഉപ്പത്വം നഷ്ടപ്പെട്ടു പോയ ഉപ്പിനെ പോലെയായി മാറും. നിങ്ങൾ ഉപ്പാണ്. ആ ഉപ്പ് അതിൻ്റെ ഉറ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അതുകൊണ്ട് ഒന്നിനും ഗുണമില്ല. അതിനകത്ത് മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയാൽ, പ്രിയപ്പെട്ടവർ, ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു ആത്മാവുണ്ട്, നമുക്ക് ജീവൻ നൽകുന്ന ആത്മാവ്. ആ ആത്മാവിലൂടെ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ആ ആത്മാവ് നൽകുന്ന ഏറ്റവും വലിയ ഒരു പ്രേരണയാണ് ഒരു യഥാർത്ഥ മനുഷ്യനായി മാറുക. ഈ ആത്മാവിനെ അവഗണിച്ചുകൊണ്ട് ശരീരത്തിനും മനസ്സിനും സുഖം നൽകുന്ന കാര്യങ്ങളിൽ വ്യാപരിക്കുകയും, ശരീരത്തെയും എൻ്റെ ഇഷ്ടം, എൻ്റെ കാര്യം, എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ കുടുംബം, ഇങ്ങനെയൊക്കെ സ്വാർത്ഥപരമായിട്ട് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ആത്മാവിനെ അവഗണിക്കുകയും പകരം ഇങ്ങനെ ഭൗതികമായ കാര്യങ്ങൾ സ്ഥാനം കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പലപ്പോഴും മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോകുന്നത്.
മനുഷ്യത്വം, അതായത് ദൈവത്തിൻ്റെ ആ ഒരു വലിയ ദൈവത്തിൻ്റെ ആ വിളിക്ക് എതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നമ്മൾ ഉറകെട്ട് പോകാൻ അനുവദിക്കരുത്. ഉപ്പത്തം നഷ്ടപ്പെട്ടു പോയ ഉപ്പ് പോലെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ഒന്നിനും കൊള്ളില്ല. അവനെ വെറുതെ ദൂരെ കളയാൻ മാത്രമേ കൊള്ളുകയുള്ളൂ. അതുകൊണ്ട് മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ സ്വാർത്ഥത കൊണ്ടോ, അസൂയ കൊണ്ടോ, അഹങ്കാരം കൊണ്ടോ, എൻ്റെ പ്രിയപ്പെട്ടവരെ ആസക്തികൾ കൊണ്ടോ ഒക്കെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഉപേക്ഷിച്ചിട്ട് മനുഷ്യത്വം തിരിച്ചുപിടിക്കാൻ നോക്കുക. മനുഷ്യത്വം തിരിച്ചുപിടിക്കാൻ നോക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഉപ്പിൻ്റെ പ്രത്യേകത എന്താ? ഉപ്പെന്ന് പറയുന്ന വസ്തു ഈശോ രണ്ട് നേർ വിപരീതങ്ങളായ ഉദാഹരണങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുക. ഉപ്പെന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ രുചി പകരാൻ ഉപയോഗിക്കുന്നതാണ്. ഒപ്പം ഉപ്പെന്ന് പറയുന്നത് ഒരു 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 വളമാണ്. അല്ലെങ്കിൽ അതുപോലെ ഉപ്പെന്ന് പറയുന്നത് ഒരു പ്രിസർവേറ്റീവാണ്. അതായത് വസ്തുക്കളെ സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഉപ്പെന്ന് പറയുന്നതിന് പ്രിയപ്പെട്ടവരെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്, പല ഉപയോഗങ്ങളുണ്ട്. പക്ഷേ അത് വേണ്ടതുപോലെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഉപ്പ് ഉപകാരമുള്ളതായി മാറുന്നത്? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉപ്പ് മറ്റൊരു വസ്തുവിനോട് അലിഞ്ഞില്ലാതായി തീരുമ്പോൾ, ഉപ്പ് മണ്ണിനോട് ചേരുമ്പോൾ വളമായിട്ട് മാറും. ഉപ്പ് പച്ചക്കറികളോട് ചേരുമ്പോൾ, അല്ലെങ്കിൽ മാംസത്തോടോ മത്സ്യത്തോടോ ചേരുമ്പോൾ അത് രുചിയായിട്ട് മാറും. ഉപ്പ് അത് ഏതെങ്കിലും ഭക്ഷണ വസ്തുക്കൾ വേണ്ട അളവിൽ ചേർത്ത് വെക്കുമ്പോൾ അത് പ്രിസർവേറ്റീവായിട്ട് മാറും. ഉപ്പ് മരുന്നായിട്ട് മാറും ചില അവസരങ്ങളിൽ. അത് എവിടെയൊക്കെ ചേരുന്നോ ആ ചേരുന്നതിനോട് അലിഞ്ഞില്ലാതായി തീരുമ്പോൾ, ഏതൊരു അവസ്ഥയോട് ഇല്ലാതായി തീരുന്നോ അതിനത് ഗുണമായിട്ട് മാറും, ഉപകാരമായിട്ട് മാറും. എൻ്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ മനുഷ്യത്വം എന്ന് പറയുന്നത് എളിമപ്പെടുന്നതാണ്. യഥാർത്ഥ മനുഷ്യത്വം എന്ന് പറയുന്നത് നീ ഇല്ലാതായി തീരുക, എന്നിട്ട് മറ്റൊരു വ്യക്തിയെ വളർത്തുക, മറ്റൊരു വ്യക്തിക്ക് രുചി പകരുക. ഞാൻ എൻ്റെ ജീവിതത്തിലെ ചിലതിനെ വേണ്ടെന്ന് വെക്കുമ്പോൾ, ഞാൻ എൻ്റെ ജീവിതത്തിലെ ചില ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കുമ്പോൾ, ജീവിത പങ്കാളിയുടെ അല്ല കുടുംബജീവിതത്തിലായിക്കോട്ടെ, മാതാപിതാക്കളായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, നീ ഇല്ലാതായി തീരുമ്പോൾ നിൻ്റെ കുടുംബത്തിലെ രുചി കിട്ടും. നീ ഇല്ലാതായി തീരുമ്പോൾ നിൻ്റെ ജീവിത പങ്കാളിയുടെ ഗുണം കൂടും. നീ ഇല്ലാതായി തീരും, അതായത് നിൻ്റെ എളിമപ്പെടുത്തൽ, നിൻ്റെ സ്വയം എളിമപ്പെടുത്തൽ, നിൻ്റെ ഇല്ലാതാകൽ പ്രിയപ്പെട്ടവരെ നിൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിട്ട് മാറും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, കുടുംബജീവിതങ്ങളുടെ പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് കടന്നു വരുമ്പോൾ ഒന്ന് എളിമപ്പെടാൻ തയ്യാറാകാത്ത ജന്മങ്ങൾ അവർ സന്തോഷത്തോടെയല്ല സങ്കടത്തോടെ തിരിച്ചു പോകും. ആ ചെറുപ്പക്കാരൻ ഈശോയുടെ മുന്നിലേക്ക് വന്നതുപോലെ എനിക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിച്ചിട്ടാവും വരുന്നത്. അവൻ്റെ കുറവുകൾ കർത്താവ് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തിട്ടും അതൊന്ന് മനസ്സിലാക്കി എളിമപ്പെടാനോ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ വരുന്നത് കൊണ്ട് സങ്കടത്തോടെ തിരിച്ചു പോകും. എന്ന് പറയുന്നത് പോലെ പ്രിയപ്പെട്ടവർ, പ്രാർത്ഥിക്കാനും പലപ്പോഴും ഷെയർ ചെയ്യാനും ഒക്കെ കടന്നു വരുന്ന പലരും ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് എന്നിട്ട് പറയുന്ന കാരണം ഏതാണ്? ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, ഇനി ഇങ്ങനെയൊക്കെ ആവുള്ളൂ, ഇനി മുന്നോട്ടൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, സങ്കടത്തോടെ നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. പല വ്യക്തികളുടെയും ജീവിത സങ്കടങ്ങളുടെ കാരണം അതാണ്. നീ നിൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഇല്ലാതായി തീരുമ്പോൾ നിന്റെ കുടുംബം സ്വർഗമായിട്ട് മാറും. നീ നിൻ്റെ മക്കൾക്ക് വേണ്ടി ഇല്ലാതായി മാറുമ്പോൾ നീ സ്വർഗമായി തീരും. പലപ്പോഴും സ്വാർത്ഥതയും അസൂയയും അഹങ്കാരവും ഒക്കെ ഉള്ളതുകൊണ്ടാണ്, നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ഇല്ലാതായി തീരാനായിട്ട് തോന്നാത്തത്. കാരണം അവരൊക്കെ എന്നെ സഹായിക്കണം, അവരൊക്കെ എനിക്കുപ്പായിട്ട് മാറണം, എനിക്ക് രുചികരമായിട്ട് മാറണം, എനിക്കിഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കണമെന്നാണ് പ്രിയപ്പെട്ടവരെ പലപ്പോഴും നാം ചിന്തിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, നമുക്ക് മറ്റുള്ളവർക്കുപ്പായിട്ട് മാറിക്കൂടും? ഞാനില്ലാതായി തീരുകയും അവർക്ക് രുചി കൂടുകയും ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉപ്പെന്ന് പറയുന്ന അടയാളം ഈശോ നമുക്ക് നൽകുന്നത് ഇല്ലാതായി തീരുക. യഥാർത്ഥ മനുഷ്യനായിട്ട് നീ മാറുന്നത് നീ ഇല്ലാതായി തീരുമ്പോഴാണ്. നീ നിൻ്റെ മനുഷ്യത്വം പൂർണ്ണതയിൽ അനുഭവിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തി സന്തോഷം അനുഭവിക്കും. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ, ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ അത് എനിക്കില്ലാതായി തീരുകയാണ്, എനിക്ക് അന്യമായി തീരുക. പക്ഷേ ആ ആൾക്ക് രുചിയുള്ളതാ ഒരു ഗ്ലാസ് വെള്ളമായിട്ട് മാറുന്നു. അത് ഉപ്പ് പകരുന്ന പോലെ രുചി പകരാനായിട്ട് നമുക്ക് സാധിക്കണം. സ്വയം ഇല്ലാതായി തീർന്ന്, സ്വയം അലിഞ്ഞില്ലാതായി തീർന്ന് ഏതവസ്ഥകളും ഉപ്പിനെ പോലെ എൻ്റെ പ്രിയപ്പെട്ടവർ രുചികരമാക്കി മാറ്റാൻ, വളമാക്കി മാറ്റാൻ, മരുന്നാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ഒരു മനുഷ്യന് സാധിക്കും. അതുകൊണ്ടാണല്ലോ ഈശോ ഉദാഹരണം പറയുന്നത്. വേറെ എത്രയോ മൂലകങ്ങൾ, വേറെ എത്രയോ വസ്തുക്കൾ ലോകത്തുണ്ടായിട്ടും കർത്താവ് ഉപ്പിനെ തന്നെ ഉദാഹരണമായിട്ട് എടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കാര്യം ഈശോ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ
പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ഉദാഹരണം നേർ വിപരീതമാണ്. ഒന്ന് ഇല്ലാതായി തീരുക, മറ്റത് കർത്താവ് പറയുന്നത് ഈ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്താ പ്രകാശത്തിൻ്റെ പ്രത്യേകത? കർത്താവ് പറയുന്നത് അത് മലമുകളിലുള്ള ഒരു പട്ടണം, മലമുകളിൽ പണിതുയർത്തിയ പട്ടണം അതിങ്ങനെ ഉയർന്നു നിൽക്കും. അപ്പോൾ എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കും. അത് കാണാൻ വേണ്ടിയാണ് ഉയർത്തി നിർത്തിയിരിക്കുന്നത്. ആ മലമുകളിലുള്ള പട്ടണം പണിയുന്നത് തന്നെ എല്ലാവരും കാണണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറയുമ്പോൾ ആ പ്രകാശം ഉയർന്നു നിൽക്കണം. നീ ഒരു പ്രകാശമാണ്. അത് എന്താ പ്രകാശം? പ്രകാശവും ശരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രകാശം എന്ന് പറയുന്നത് ഒരു തീ കത്തി അത് ചാമ്പലായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മെഴുകുതിരിയുടെ പ്രകാശത്തെക്കുറിച്ച് അറിയാം, പന്തത്തിൻ്റെ പ്രകാശത്തെക്കുറിച്ച് അറിയാം, ഈവൻ സൂര്യൻ്റെ പ്രകാശം. സൂര്യൻ കത്തി കത്തി ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. കത്തി തീരുന്നതാണ് പ്രകാശമായിട്ട് മാറുന്നത്. പക്ഷേ അത് ഉയർന്നു നിൽക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്ന വിധത്തിൽ ഉയർന്നു നിൽക്കാൻ സാധിക്കണം. പക്ഷെ നീ സ്വയം എരിഞ്ഞ് ഇല്ലാതായി തീരുകയാണ്. ഒരു കുടുംബത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ആ കുടുംബത്തിൽ പ്രകാശം, അപ്പനൊരു പ്രകാശമായി മാറണം, അമ്മ പ്രകാശമായി മാറണം. അതിന് വിഷമിക്കേണ്ട. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു എന്നിട്ട് എനിക്കതിന് പ്രതിഫലം കിട്ടിയില്ല എന്ന് പറയല്ല വേണ്ടത്. നീ മക്കൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നീ ഇല്ലാതായി തീരുകയാണ്, നീ പ്രകാശമായി തീരുകയാണ്. മറ്റുള്ളവർക്ക് പ്രകാശമായി തീരണം. അതായത് നിൻ്റെ ജീവിതം, എൻ്റെ ജീവിതം ഉയർന്നു നിൽക്കുമ്പോൾ ആ ഉയർന്നു നിൽക്കുന്ന ജീവിതത്തിൽ നിന്ന് പ്രകാശം പകരണം. ഒരു കുടുംബത്തിൽ ഉയർന്നു നിൽക്കുന്ന വ്യക്തിയാണ് അപ്പനും അമ്മയും. ഒരു സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന വ്യക്തിയാണ് ഒരു പുരോഹിതനും സന്യാസനും, ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു സാമൂഹ്യ പ്രവർത്തകൻ, ഒരു ജോലി കിട്ടിയ വ്യക്തി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു വ്യക്തി പ്രകാശമായിട്ട് മാറണം. അതായത് മറ്റുള്ളവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറണം. എൻ്റെ കടമ പ്രകാശമായി മാറുക. പ്രകാശം എപ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവരെ വഴി കാണിക്കുന്നതാണ്. പ്രകാശത്തെക്കുറിച്ച് വഴി കാണിക്കാനുള്ളതാണ് പ്രകാശം. അത് വചനം പഠിപ്പിക്കുന്ന സങ്കീർത്തനം 119, എൻ്റെ വചനം പാതകളിൽ വിളക്കും വഴികളിൽ പ്രകാശവുമാണ്. അതായത് അത് പ്രകാശം വഴി കാണിക്കാനുള്ളതാണ്. മറ്റുള്ളവരെ നേർവഴിയിലൂടെ നയിക്കുന്ന വ്യക്തിയാണ് പ്രകാശമുള്ള വ്യക്തി. പലപ്പോഴും തിന്മയിലേക്ക് നയിക്കാനൊക്കെ ഒരുപാട് കൂട്ടുകെട്ടുകളും ഒരുപാട് ആളുകളും ഒക്കെ കാണാറുണ്ട്. നന്മയിലേക്ക് നയിക്കുന്നവർ വളരെ ചുരുക്കമാണ്. നന്മയിലേക്ക് ഒരു വ്യക്തിയുടെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നു. മോനെ, ഈ വഴി പോയാൽ നിനക്ക് അനുഗ്രഹം കിട്ടും, മോളെ ഈ വഴി പോയാൽ നിനക്ക് അനുഗ്രഹം കിട്ടും എന്ന് പറഞ്ഞ് വഴി കാണിച്ചു കൊടുക്കുന്ന പ്രകാശമായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് യഥാർത്ഥ മനുഷ്യത്വം. അതായത് അതിന് പ്രകാശം നഷ്ടപ്പെട്ടു പോയത്. എന്നിട്ട് കർത്താവ് പറയാണ്, വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലായി വയ്ക്കുക. അതായത് പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പല വ്യക്തികളും അവർ സ്വയം പ്രകാശമൊക്കെയാണ്, പക്ഷേ മറ്റൊരാൾക്കും വഴി കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ സ്വയം മൂടിയിരിക്കുന്ന, സ്വയം പരാജയമാണെന്ന് സംബന്ധിച്ച് മാറിയിരിക്കുന്ന വ്യക്തികളുണ്ട്. അങ്ങനെ ആവരുതെന്ന കർത്താവ് പറയുന്നത്. പിന്നെയോ, ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുവാൻ, അവർ വഴി കാണാൻ വേണ്ടി നിങ്ങൾ പ്രകാശമായിട്ട് ഉയർന്നു നിൽക്കണം, മറ്റുള്ളവർക്ക് വഴി കാണിച്ചു കൊടുക്കണം. മറ്റൊരു കാര്യം കർത്താവ് പറയുന്നു, മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അതായത് ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തെ മറ്റുള്ളവർ മഹത്വപ്പെടുത്തുന്നത്, ദൈവത്തെ മറ്റുള്ളവർ അറിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? നീ ഒരു യഥാർത്ഥ മനുഷ്യനായി മാറുമ്പോഴാണ്. നീ നിൻ്റെ ഉപ്പത്വം ഉപയോഗിക്കുമ്പോൾ, നീ നിൻ്റെ പ്രകാശം മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുമ്പോഴാണ് ആളുകൾ ദൈവത്തെ തിരിച്ചറിയുക. നിൻ്റെ സൃഷ്ടാവിനെ മറ്റുള്ളവർ ആരാധിക്കുകയും നിൻ്റെ സൃഷ്ടാവായ ദൈവത്തെ മറ്റുള്ളവർ തിരിച്ചറിയുകയും ചെയ്യുന്നത് നിൻ്റെ പ്രവർത്തികളിലൂടെയാണ്. നീ ചെയ്യുന്ന പ്രവർത്തികളിലൂടെ, മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഉപകാരങ്ങളിലൂടെ ദൈവം മഹത്വപ്പെടട്ടെ. ആ ഒരു ചിന്തയോടെ നമുക്ക് വ്യാപരിക്കാം. സർവശക്തനായ ദൈവം അതിനായി നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യത്തിലെ ഈശോയെ നമുക്ക് നോക്കാം. ഇതാ അപ്പമായി ദൈവം. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് അളക്കാനോ ചിന്തിക്കാനോ പറ്റാത്ത വിധം അത്രമാത്രം ചെറുതായി ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നു. എന്തിനാണ് ഈശോ അപ്പമായി മാറിയത്? ഈശോ അപ്പമായി മാറിയത് നമ്മുടെ ഓരോരുത്തരുടെയും ആഹാരമായി തീരാൻ, സ്വയം അലിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതായി തീരാൻ. നമ്മൾ വചനത്തിലൂടെ കേട്ടതും ഇത് തന്നെയാണ്. നമ്മൾ ലോകത്തിൻ്റെ പ്രകാശമാണ്, ഭൂമിയുടെ ഉപ്പാണ്.
ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി മാറിയവനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉപ്പായി മാറേണ്ടവരാണ്. ഉപ്പായി നമ്മൾ എളിമപ്പെട്ട് ഉപ്പായി മാറണം. നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണം. നമ്മുടെ ജീവിത രീതികൾ മാറ്റം വരുത്തണം. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഉപ്പായി മാറണമെങ്കിൽ, നമ്മൾ മൂലം മറ്റുള്ളവർക്ക് രുചി വരണമെങ്കിൽ, നമ്മൾ മൂലം മറ്റുള്ളവർക്ക് ആസ്വാദ്യത ഉണ്ടാവണമെങ്കിൽ, നമ്മൾ മൂലം മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ നമ്മളെ തന്നെ എളിമപ്പെടുത്തണം. നമ്മൾ വചനത്തിലൂടെ കേട്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഉപ്പായി മാറാൻ, മനുഷ്യത്വമുള്ള വ്യക്തിയായിട്ട് മാറാൻ തടസ്സം നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഇപ്പോൾ കർത്താവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. നിൻ്റെ അസൂയയോ, നിൻ്റെ സ്വാർത്ഥതയോ, നിൻ്റെ അഹങ്കാരമോ, നിൻ്റെ ആസക്തികളോ, നിൻ്റെ ജഡത്തിൻ്റെ പ്രവണതകളോ ഒക്കെ ആയിരിക്കാം. ഒരുപക്ഷെ നിൻ്റെ കണ്ണുകൾ, കാതുകൾ, നിൻ്റെ ഇഷ്ടങ്ങൾ അതൊക്കെ ആയിരിക്കാം. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് എൻ്റെ ജീവിതം കൊണ്ടൊരു സന്തോഷം കിട്ടാത്തതിന് കാരണം ഞാൻ ജീവിക്കുന്ന ഇടത്ത്, എൻ്റെ കുടുംബത്തിൽ ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് ഞാൻ മൂലം സമാധാനക്കേടാണെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ഉപ്പായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ്. ഒരു നിമിഷം കർത്താവിനോട് മാപ്പ് ചോദിച്ചേ. നിന്നെക്കുറിച്ച് നിൻ്റെ കൂടെ വസിക്കുന്നവർക്ക് വേദനയാണോ ഉള്ളത്? നിന്നെക്കുറിച്ച് എന്നും പരാതികൾ മാത്രമാണ് ഉള്ളത്? അതിൻ്റെ അർത്ഥം നീ നിൻ്റെ ജീവിതത്തിൽ എവിടൊക്കെയോ മാറ്റം വരുത്താറുണ്ട്. നീ ഉപ്പായി മാറണമെങ്കിൽ നീ അലിഞ്ഞില്ലാതായി തീരണം. നീ ഉപ്പായി മാറണമെങ്കിൽ, നീ ഉപകാരമുള്ള വ്യക്തിയായി മാറണമെങ്കിൽ, നീ ഒരു നല്ല മനുഷ്യനായി മാറണം, ഒരു നല്ല വ്യക്തിയായിട്ട് മാറണം. ഈശോയുടെ മുമ്പിൽ മാപ്പ് ചോദിക്കാം. കർത്താവെ, എല്ലാ ആസക്തികളും എടുത്ത് മാറ്റണമേ, എല്ലാ സ്വാർത്ഥതകളും എടുത്ത് മാറ്റണമേ. ഒരു ഉപ്പായി മാറാൻ തടസ്സം നിൽക്കുന്ന, ജീവിതത്തിൽ രുചി പകരാൻ തടസ്സം നിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളും ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് അഴിച്ചു മാറ്റണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. അതുപോലെ തന്നെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, ഉയർത്തി വെക്കേണ്ട പ്രകാശം. മറ്റുള്ളവർ കാണണം. കർത്താവെ, മറ്റുള്ളവർ കാണാൻ പറ്റുന്ന വിധത്തിൽ ഉയരാൻ പറ്റാത്ത എല്ലാ മക്കളെ സമർപ്പിക്കുന്നു. ഒരു മാതൃകയായി തീരേണ്ട അപ്പൻ, ഒരു മാതൃകയായി തീരേണ്ട അമ്മ മാതൃകയ്ക്ക് പകരം ദുർമാതൃകയാണ് നൽകുന്നതെങ്കിൽ, വഴി കാണിക്കുന്ന പ്രകാശമാകുന്നതിന് പകരം വഴി കെടുത്തി കളയുന്ന, വഴി തടസ്സപ്പെടുത്തുന്ന പ്രകാശമായി വഴി തടസ്സപ്പെടുത്തുന്ന ഇരുട്ടായിട്ടാണ് മാറുന്നതെങ്കിൽ കർത്താവെ, അതെല്ലാം എടുത്തു മാറ്റി, ആ അന്ധകാരം എടുത്തു മാറ്റി പ്രകാശം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വയം എരിഞ്ഞില്ലാതായി തീർന്ന് മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ജീവിക്കുവാനുള്ള അഭിഷേകം ഈ മക്കൾക്ക് പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഈ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങനെ അങ്ങയുടെ നാമം മഹത്വപ്പെടേണ്ടതിന്, അങ്ങയുടെ നാമം, പിതാവിൻ്റെ നാമം മഹത്വപ്പെടേണ്ടതിന് ഉപ്പായി വെളിച്ചമായി മാറുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ബന്ധനാവസ്ഥകളും അഴിച്ചു മാറ്റണമേ. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി, മറ്റുള്ളവർക്ക് മാതൃകയായി, ഉപകാരമുള്ള വ്യക്തിയായി, ഒരു യഥാർത്ഥ മനുഷ്യനായി മാറുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളടച്ച് ശാന്തമായി കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ഏതൊക്കെയാണ് നിന്റെ നിയോഗങ്ങൾ? കർത്താവെ, ഈ കുടുംബത്തിനെയും ഈ മക്കളെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അങ്ങയ്ക്ക് വേണ്ടി ഉപ്പായി മാറാൻ, പ്രകാശമായി മാറാൻ തീരുമാനമെടുത്ത ഈ മക്കളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ കൃപകൾ നൽകണമേ. ഭൗതികമായ ഒരുപാട് ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. രോഗാവസ്ഥകൾ മാറാനുള്ളവർ, തടസ്സങ്ങൾ മാറാനുള്ളവർ, ചില ബന്ധനങ്ങൾ അഴിയാനുള്ളവർ, കുടുംബത്തിൽ എന്നും അനർത്ഥങ്ങളും അസ്വസ്ഥതകളും സംഭവിക്കുന്ന കുടുംബങ്ങൾ, പൈശാചിക ബന്ധനങ്ങളുള്ള കുടുംബങ്ങൾ, ചില പ്രമാണ ലംഘനങ്ങൾ മൂലം തിന്മയുടെ സ്വാധീനങ്ങൾ നടന്നു വന്ന കുടുംബങ്ങൾ, ഈശോയെ, ആ കുടുംബങ്ങളെല്ലാം ഇപ്പോൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അതുപോലെ തന്നെ മാനസാന്തരത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ ഈശോയെ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ഈ ആരാധനയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങളിലുള്ള വ്യക്തികൾ, അവരിപ്പോൾ ഇവിടെ ഇല്ല, പുറത്തുള്ളവരാണ്. മാനസാന്തരം വേണം. ചിലപ്പോൾ തെറ്റായ വഴികളിലൂടെ നടക്കുന്നവരുണ്ട്. മാനസാന്തരം വേണം. അതിനോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ ഈശോയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് ഒരു ഉപകാരവുമില്ലാതെ, നാടിനൊരു ഉപകാരവുമില്ലാതെ, ആർക്കും ഒരു ഉപകാരവുമില്ലാതെ തിന്മയുടെ വഴികളിലൂടെ, തെറ്റായ വഴികളിലൂടെ നടക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണുനീരിപ്പോൾ കാണണമേ. ഈശോയെ, ആ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു ചെന്ന് മാനസാന്തരവും മാറ്റവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റിൻ്റെ വഴികളിലൂടെ പോകുന്നവർ, മദ്യപാനത്തിന് അടിമപ്പെട്ടവർ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ, സമൂഹത്തിലെ ഭിന്നതകൾ വിതയ്ക്കുന്നവർ, പ്രശ്നങ്ങളുണ്ടാക്കുന്നവർ, സാമൂഹ്യ വിരുദ്ധരായി ജീവിക്കുന്നവർ, ഈശോയെ, അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള മക്കൾ ഈ വചനം പ്രഘോഷിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ, ഈ വചനം കേൾക്കുന്ന സ്ഥലങ്ങളിൽ, ഈ ആരാധന സംബന്ധിക്കുന്ന സ്ഥലങ്ങളിലുണ്ടെങ്കിൽ ഈശോയെ, ഇപ്പോൾ തന്നെ ആ മക്കളുടെ ജീവിതത്തിൽ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ കൃപയും അഭിഷേകവും വർഷിക്കണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവസാന്നിധ്യം കടന്നു വരട്ടെ. 2 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന്
വാഗ്ദാനം ചെയ്ത കർത്താവ് നമ്മുടെ ഈ കൂട്ടായ്മയിലുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പരിശുദ്ധ പരമകാരുണ്യമേ,